പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കഫ്താൻ കുർത്തിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടാണ്. ഇതിനു മുമ്പും ഞാൻ കഫ്താൻ്റെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഈ ഒരു ഡ്രസ്സ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഒരു കഫ്താൻ കുർത്തി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2.5 മീറ്റർ കോട്ടൺ മെറ്റീരിയലും 2 മീറ്റർ ലൈനിങ്ങുമാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ലൈനിങ് ആണ് കട്ട് ചെയ്തെടുക്കുന്നത്. സാധാരണ നമ്മൾ ടോപ്പിനൊക്കെ മടക്കിയെടുക്കുന്നത് എങ്ങനെയാണോ ആ ഒരു രീതിയിൽ തന്നെ 4ആയി മടക്കി എടുത്തിട്ടുണ്ട്. കഫ്താൻ്റെ ഷോൾഡറിൻ്റെ ഭാഗം സാധാരണ രീതിയിൽ കട്ട് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ മുകൾ ഭാഗം മടക്ക് വശം വരത്തക്ക രീതിയിലാണ് ഞാൻ തുണി മടക്കിയെടുത്തിട്ടുള്ളത്. ലൈനിങ് നമ്മൾ ടോപ്പൊക്കെ കട്ട് ചെയ്യുന്ന എങ്ങനെയാണോ ആ രീതിയിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. മെയിൻ ഫാബ്രിക്കിലാണ് നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്നത്. ഇവിടെ നമുക്ക് ഷോൾഡറിൻ്റെ വീതി എത്ര ഇഞ്ചാണോ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എടുക്കുന്നത് 7.5 ഇഞ്ചാണ്. നെക്കിൻ്റെ അകലം 3 ഇഞ്ചും കൊടുക്കുന്നുണ്ട്. ഷോൾഡറിൻ്റെ ഭാഗത്തെടുത്ത 7.5 ഇഞ്ചാണ് ഞാനിവിടെ ആം ഹോളിൻ്റെ ഭാഗത്തും എടുക്കുന്നത്. ചെസ്റ്റ് റൗണ്ട് എനിക്കിവിടെ വേണ്ടത് 44 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4/1 11 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർക്കുന്നുണ്ട്. വേസ്റ്റ് ലെങ്ത് ആയിട്ട് ഞാനിവിടെ 14 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇവിടുത്തെ വണ്ണം എടുക്കുന്നത് 10 ഇഞ്ചും 1.5 ഇഞ്ച് തയ്യൽ തുമ്പുമാണ്. ഹിപ്പ് ലെങ്ത് ആയിട്ട് ഞാനിവിടെ 22 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇവിടുത്തെ വണ്ണം വരുന്നതും 44 ഇഞ്ചാണ്. അതിൻ്റെ 4/1 11 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് എത്ര ഇഞ്ച് വണ്ണമാണോ വേണ്ടത് അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഷേപ്പ് വരച്ചെടുക്കാം. പിന്നെ ആം ഹോളിൻ്റെ ഭാഗവും ഷേപ്പ് ചെയ്തെടുക്കാം. പിന്നെ ഇതുപോലെ ഫുള്ളായിട്ടും വരച്ചെടുക്കാം. നെക്കിൻ്റെ ഇറക്കം ഫ്രണ്ടിനും ബാക്കിനും ഞാനിവിടെ 6 ഇഞ്ചാണ് എടുക്കുന്നത്. കുറച്ച് മതിയെന്നുള്ളവർക്ക് അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ടൊരു ബോക്സ് ആക്കി വരച്ച് ഞാനിവിടെ ബാക്കിന് റൗണ്ട് നെക്കും ഫ്രണ്ടിന് ഒരു വി നെക്കുമാണ് കൊടുക്കുന്നത്. അത് ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പാർട്ടിൻ്റെ ആം ഹോളും ഇതുപോലെ 1/2 ഇഞ്ച് കുഴിച്ച് വരച്ചെടുക്കാം. ഇനി നമ്മുടെ ലൈനിങ് മടക്കിയിട്ട് അതേ രീതിയിൽ തന്നെ മെയിൻ ഫാബ്രിക്കും 4ആയി മടക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെയും മുകൾ ഭാഗത്തായിട്ടാണ് മടക്കുവശം വരുന്നത്. മെയിൻ ഫാബ്രിക്കിലും ഞാൻ ഷോൾഡർ 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെസ്റ്റ് റൗണ്ടും സ്ലീവിൻ്റെ ലെങ്തും അറിയാൻ വേണ്ടി മാത്രമാണ് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആം ഹോളിൻ്റെ ലെങ്ത് 7.5 ഇഞ്ച് എടുത്തതിന് ശേഷം ഇവിടെ ചെസ്റ്റ് റൗണ്ട് 11 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ വേസ്റ്റ് ലെങ്ത് 14 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടുത്തെ വണ്ണം ഞാൻ എടുക്കുന്നത് 10 ഇഞ്ചാണ്. നമ്മൾ ലൈനിങ്ങിൽ കൊടുത്ത അതേ അളവുകൾ തന്നെയാണ് ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. തയ്യൽ തുമ്പ് മാത്രം എടുക്കാതിരുന്നാൽ മതി. ഇനി നമുക്ക് ഷേപ്പ് വരച്ചെടുക്കാം. ഈ വരയ്ക്കുന്ന ലൈനിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഫുള്ളായിട്ടും എത്ര ഇഞ്ച് ലെങ്ത് ആണോ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എടുക്കുന്നത് 45 ഇഞ്ചാണ്. ഇറക്കം നമുക്ക് ആദ്യമേ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. താഴെ മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിവിടെ ഫ്ലെയറിൻ്റെ ഭാഗത്ത് എത്ര ഇഞ്ച് വണ്ണമാണോ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 16 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ സൈഡിലൊരു 2.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു കർവ് ഷേപ്പ് വരച്ച് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഫ്ലെയർ മാർക്ക് ചെയ്ത പോയിന്റിലേക്കാണ് ഇതുപോലെ വരച്ചു കൊടുക്കേണ്ടത്. പിന്നെ മുകളിൽ ഷോൾഡർ മാർക്ക് ചെയ്ത പോയിന്റിൽ ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് നമുക്ക് എത്ര ഇഞ്ച് ലെങ്ത് ആണോ സ്ലീവിന് വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ഈ തുണിയിൽ 15 ഇഞ്ചാണ് കിട്ടുന്നത്. ആ 15 ഇഞ്ചും വേണമെന്നുള്ളത് കൊണ്ട് ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നില്ല. സ്ലീവിന് ഇത്രയും ഇറക്കം വേണ്ടാന്നുള്ളവർ എത്ര ഇഞ്ച് ഇറക്കമാണോ വേണ്ടത് അവിടെ വെച്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്ത് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഷോൾഡർ നമ്മളിവിടെ കട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ ബാക്കും ഫ്രണ്ടും അറിയാൻ വേണ്ടി നമുക്കിവിടെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കാം.
എന്നിട്ട് ബാക്കും ഫ്രണ്ടും ഇതുപോലൊന്ന് നിവർത്തി വിരിച്ചെടുക്കാം. അതിനുശേഷം ഇതേ രീതിയിൽ തന്നെ നമുക്ക് ലൈനിങ്ങും കൂടി ഇട്ട് കൊടുക്കാം. ഫ്രണ്ട് ആം ഹോളും കൂടി കട്ട് ചെയ്ത് മാറ്റാം. ഇങ്ങനെ നിവർത്തിയിട്ടിട്ട് നമുക്ക് ബാക്ക് നെക്കിൻ്റെ ലെങ്ത് കൂടുതലോ കുറവോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ വരച്ചെടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ലീവിൽ ഞാൻ ലൈനിങ് കൊടുക്കുന്നില്ല, ക്രോസ് പീസ് വെച്ചിട്ടാണ് ആം ഹോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഇതുപോലെ 2 കൈക്കുഴിയുടെ ഭാഗങ്ങളും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മെയിൻ ഫാബ്രിക്കിൻ്റെയും ലൈനിങ്ങിൻ്റെയും നെക്കിൻ്റെ ഭാഗങ്ങൾ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് റൗണ്ടിന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ പിൻകുത്തി എടുത്തിട്ടുള്ളത്. ഈ ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കാം. ഇനി ലൈനിങ് അകത്തേക്ക് ഇട്ടിട്ട് നെക്കിന് മുകളിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ലൈനിങ് പീസ് മാത്രം എടുത്ത് അതിൻ്റെ സൈഡ് ഭാഗങ്ങൾ ഇതുപോലെ ജോയിൻ്റ് ചെയ്തെടുക്കാം. അങ്ങനെ 2 സൈഡ് ഭാഗങ്ങളും സ്റ്റിച്ച് ചെയ്ത് താഴെ ബോട്ടം ഭാഗം കൂടി ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ബോട്ടം ഭാഗവും ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല ഭാഗത്താണല്ലോ നമ്മൾ അളവുകൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ലൈനിലൂടെ ഇതുപോലെ 2 സൈഡ് ഭാഗങ്ങളും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കഫ്താൻ കുർത്തി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.